Good morning everybody. Industrial Management and Safety Module 1 and 2 റിവിഷൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. പാർട്ട് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2020 ഏപ്രിൽ 2020 സൂം മീറ്റിങ്ങിന് ശേഷമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ഹെസ്ലി ആൻഡ് റോവാൻ പ്രീമിയം പ്ലാൻ സൂട്ടബിൾ ഗ്രാഫ് ആൻഡ് ഫോർമുല. അപ്പോൾ ഗ്രാഫാണ് നമ്മുടെ മുന്നിലുള്ളത്. ഹെസ്ലി പ്ലാൻ്റെ അതിൽ ഒരു സ്ക്വയറും ഒരു സ്ട്രൈറ്റ് ലൈനുമാണ്. അപ്പോൾ OS എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് വേജ് പെർ ഡേ. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R/T പ്ലസ് S-T/R ഇൻറ്റു P/100 ആണ്. P/100. R എന്ന് പറഞ്ഞാൽ ഹവർലി റേറ്റ്, T എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ ജോബ്, S എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം, P എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് സേവ്ഡ് ഗിവൺ ടു വർക്കർ ആണ്. സാധാരണ 50-50 ആകുമ്പോൾ P എന്ന് പറയുന്നത് 50 ആയിട്ട് എടുക്കും. ഇക്വേഷൻ അപ്പോൾ എന്തായിട്ട് മാറും? R/T പ്ലസ് S-T ഇൻറ്റു R/2 എന്നായിട്ട് മാറും. അടുത്തതാണ് റോവാൻ പ്രീമിയം പ്ലാൻ. അവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് വേരി ചെയ്യുന്നുണ്ട്. മറ്റേത് പ്രീവിയസ് റെക്കോർഡിന് പ്രകാരം മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നതാണ്. ഏതിൽ ഹെസ്ലി പ്ലാനിൽ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് എത്രയാണെന്നുള്ളത്. ഇവിടെ അങ്ങനെയല്ല, അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഈക്വൽ ടു R/T S-T/S ഇൻറ്റു R/T എന്നായത്. R എന്ന് പറഞ്ഞാൽ നേരത്തെ മാതിരി തന്നെ ഹവർലി വേജ് റേറ്റ്, T ആക്ച്വൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ ജോബ്, S സ്റ്റാൻഡേർഡ് ടൈം ഓർ അലോട്ടഡ് ടൈം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7 ഫങ്ഷൻസ് എഴുതണം. HRMൻ്റെ 7 ഫങ്ഷൻസിന് ഒന്ന് മാനേജീരിയൽ ഫങ്ഷൻ എന്നും അതുപോലെ തന്നെ എന്തായിട്ടും ഓപ്പറേറ്റീവ് ഫങ്ഷനായിട്ടും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാനേജീരിയൽ ഫങ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്ലാൻ എബിലിറ്റി ടു തിങ്ക്, ഇൻവോൾവ് ദ എബിലിറ്റി ടു തിങ്ക്. ഓർഗനൈസിങ് ഇൻവോൾവ് ഗിവിംഗ് സച്ച് സബോർഡിനേറ്റ് എ സ്പെസിഫിക് ടാസ്ക്, എസ്റ്റാബ്ലിഷ് ഡിപ്പാർട്ട്മെന്റ്, ഡെലിഗേറ്റിംഗ് അതോറിറ്റി ടു സബോർഡിനേറ്റ്, എസ്റ്റിമേറ്റിംഗ്, establishing channels of authority, communication of coordinating network and subordinate. Directing എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗ് ഇൻക്ലൂഡ് ഗൈഡിങ്, ഓവർസീയിങ്, ഇൻസ്പയറിംഗ്, ഇൻഫ്ലുവൻസിങ് ഓഫ് സബോർഡിനേറ്റ് ടു വർക്കാണ്. അപ്പോൾ 7 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് കൺട്രോളിംഗ് പ്രോസസ് ഈസ് ടേക്കിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്, ചെക്കിംഗ് ടു സീ ഹൗ ദി ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ വിത്ത് ദോസ് അറ്റ് സെറ്റ് സ്റ്റാൻഡേർഡ്. ദെൻ 7 ബാക്കി വരുന്ന ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആണ്. ഒന്ന് പ്രൊക്യൂർമെൻറ്റ്, സാധനങ്ങൾ വാങ്ങിക്കുക. ഫസ്റ്റ് ഓപ്പറേഷൻ ഫങ്ഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ഈസ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് മാൻ പവർ ആവാം, മെറ്റീരിയൽ ആവാം, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഫോളോ അപ്പ്, ട്രാൻസ്ഫർ, ലേ ഓഫ്, ഡിസ്ചാർജ്, സെപ്പറേഷന്. ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ ഡീൽ വിത്ത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി എംപ്ലോയി ബൈ ഇൻക്രീസിംഗ് ദെയർ സ്കിൽ ത്രൂ ട്രെയിനിങ്. ജോബ് പെർഫോമൻസ് ഈസ് പ്രോപ്പർലി അച്ചീവ് ചെയ്യാൻ കോമ്പൻസേഷൻ, സാലറി കൊടുക്കുക. വേജ് ആൻഡ് സാലറി. മെയിൻ്റനൻസ് ഫങ്ഷൻ ഡീൽ വിത്ത് സസ്റ്റെയിനിങ്, ഇംപ്രൂവിങ് കണ്ടീഷൻസ് ദാറ്റ് ഹാവ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. ഇൻ്റഗ്രേഷൻ, HRMൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ദ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കർ ടു ഹാവ് മ്യൂച്വൽ റെസ്പെക്റ്റ് ടു ഈച്ച് അതർ ആൻഡ് ബ്രിങ് in a new sense of industrial relationship of the enterprises for economic progress and industrial harmony. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2020 തന്നെ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ ആണ്. നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സ്റ്റോറേ ഒരു സ്ഥാപനത്തിന് ഉണ്ടാവുള്ളൂ. അതേസമയം ഒരേ സ്ഥാപനത്തിന് തന്നെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു സെപ്പറേറ്റ് സ്റ്റോർ, പാറ്റേൺ മേക്കിങ്ങിന് വേണ്ടി വേറെ സ്റ്റോറ്, മോഡലിങ്ങിന് വേണ്ടി ഒരു സ്റ്റോറ്, സ്മിത്തിക്ക് വേണ്ടി ഒരു സ്റ്റോറ്, ഓഫീസിന് വേണ്ടി വേറൊരു സ്റ്റോറ്, സൈക്കിൾ സ്റ്റാൻഡ്, ഇങ്ങനെ ഒരുപാട് സ്റ്റോറ് വരുമ്പോഴാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർസ് വരുന്നത്. ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ABC? ബെറ്റർ കോമ്പൻസേഷൻ.
സോ എ എന്ന് പറയുന്നത് ഒരു ഐറ്റത്തിന് എ ബി സി എന്ന് പറഞ്ഞ് 3 ക്ലാസ്സായി തിരിച്ചിട്ടുണ്ട്. എ ക്ലാസ് എന്ന് പറയുന്ന സ്ഥാനം കുറഞ്ഞ എണ്ണം, അതേസമയം 10 എണ്ണേ ഉള്ളൂ, പക്ഷേ ഭയങ്കര പൈസയാണ്. 70% നമ്മൾ എത്ര പൈസ ചിലവാക്കുന്നുവോ ഇൻവെൻട്രിക്ക് വേണ്ടിയുള്ള പൈസയുടെ 70% ഉപയോഗിക്കുന്നത് കോസ്റ്റ്ലി ആയ മെറ്റീരിയൽസ് ആണെന്ന് അർത്ഥം. ഐറ്റം നമ്പർ ഐറ്റം ബി എന്ന് പറയുന്നതിൽ 20-20 ആണ്. അതായത് 20% ഐറ്റംസും 20% ഒരു മിഡിലാണ്. 20% പൈസയാണ് ഉപയോഗിക്കുന്നത്. 70 മുതൽ 80 വരെ എന്നല്ല, പൈസ അല്ല, 20% ഇൻവെൻട്രിയുടെ 20% നമ്മൾ ഉപയോഗിക്കുന്നത്. 90% എക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞില്ല, പിന്നെ ബാക്കി വരുന്ന 20, അപ്പോൾ എത്രയായി? 90ആയി. സി എന്ന് പറയുന്നത് ഇനി ബാക്കി വരുന്ന 10% പൈസ ഉപയോഗിക്കുള്ളൂ. 10% പൈസ ഏറ്റവും വില കുറഞ്ഞ സാധനമായിരിക്കും, അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതായത് പിന്നെ കവറ് അങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു ഗുണം എന്താണ്? ഇറ്റ് ഈസ് പോസിബിൾ ടു കോൺസെൻട്രേറ്റ് ഓൾ എഫർട്ട് ഇൻ ഏരിയ വിച്ച് നീഡ് എനി എഫേർട്ട്. It is a most effective economical method as it is based on the selective approach. It is help placing order, deciding the quantity of purchase, safety stock, and saving unnecessary stock out of the surplus. കൂടുതൽ സാധനം ഉപയോഗിച്ച് സൂക്ഷിച്ച് വെക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നുണ്ട്. എ ബി സിയും അനാലിസിസിൻ്റെ എഫക്റ്റീവാണ്, എക്കണോമിക്കാണ്, അതുപോലെ തന്നെ സർപ്ലസ് ഇല്ലാതെ സാധനങ്ങൾ സൂക്ഷിക്കുക. അടുത്തത് ഒരു പ്രോബ്ലമാണ്. അതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതുക. ഒന്ന്, ആനുവൽ റിക്വയർമെൻറ്റ് 20,000, കോസ്റ്റ് പെർ ഓർഡർ 300, ക്യാരിയിങ് കോസ്റ്റ് 1 രൂപ പെർ യൂണിറ്റ് പെർ ഇയർ. അങ്ങനെയാണെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാളിറ്റി കണ്ടുപിടിക്കാൻ റൂട്ട് APC/C. അപ്പോൾ റൂട്ട് എ എന്ന് പറയുന്നത് 2000 ഡിവൈഡഡ് ഇൻറ്റു 300 ഡിവൈഡ് ബൈ 1 ആവുമ്പോൾ 3461.1 3464 യൂണിറ്റ് വരും. അടുത്ത ചോദ്യമായി ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് എന്താണെന്നാണ്. ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് റൂട്ട് APC, രണ്ട് വാല്യൂം വ്യത്യാസമില്ല, കാരണം ബൈ 2 C1 ആയതുകൊണ്ടാണ് എന്ത് വരുന്നത്, രണ്ടും ഒരേ വാല്യൂ ആണ് വരിക. ദെൻ ടോട്ടൽ ആനുവൽ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടി ആവശ്യമുണ്ട്. എന്താണ്? കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് കൂടെ വേണം. അതായത് ഇക്വേഷൻ എന്ന് പറയുന്നത് AC0 പ്ലസ് റൂട്ട് APC ആണ്. APC ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 43,464 രൂപയാണ് ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത്. 8 മാർക്കാണ്, 4 ചെയ്താൽ. ഇനിയുണ്ടല്ലേ നമ്പർ ഓഫ് ഓർഡർ പെർ ഇയർ. നമ്പർ ഓഫ് ഓർഡർ എങ്ങനെ കിട്ടുക? യൂണിറ്റ് 3464 എത്ര യൂണിറ്റ് ആവശ്യമുണ്ട്? 2000. എത്ര പ്രാവശ്യമായിട്ട് ഓർഡർ ചെയ്യാം? 6 പ്രാവശ്യമായിട്ട് ഓർഡർ ചെയ്താൽ 20,000 യൂണിറ്റ് ലഭിക്കുന്നതാണ്. അതിൽ തന്നെ ഇതൊക്കെ സെക്കൻഡ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2020 ഏപ്രിൽ 2020 ഇപ്പോൾ അവസാനം കഴിഞ്ഞ ലിസ്റ്റ് ഓഫ് 7 ഫങ്ഷൻസ് ഓഫ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ജോലി എന്താണ്? സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം വേണ്ടത് സ്റ്റഡി കൺസ്യൂമർ സൈക്കോളജി ആൻഡ് ഡിമാൻഡ്, സ്റ്റഡി കണ്ടീഷൻ എക്സിസ്റ്റിംഗ് കോമ്പറ്റീഷൻ, സ്റ്റഡി മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ, പ്രിപ്പയറിംഗ് മാർക്കറ്റ് സെയിൽ എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അല്ലേ? പ്രിപ്പയറിംഗ് ദ മാർക്കറ്റ് പ്ലാൻ, പ്രിപ്പയറിംഗ് ദ സെയിൽ ബഡ്ജറ്റ് ഫോർ മാർക്കറ്റിംഗ് പ്ലാൻ, ഡിസൈഡിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ പോളിസി മെത്തേഡ് ആൻഡ് നെറ്റ്വർക്ക്. ഇനി നമ്മൾ ഈ അവസാനത്തെ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഏപ്രിൽ 2020 ഏപ്രിൽ 2019 കഴിഞ്ഞു, ഒക്ടോബർ 2019 കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏപ്രിൽ 2019 വാട്ട് ഈസ് മീൻ ബൈ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നതാണ് 2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. എല്ലാവരും തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. വാട്ട് ഈസ് മീൻ ബൈ സ്ലീപ്പിംഗ് പാർട്ട്ണർ? ഉറങ്ങുന്ന ആളാണ്, അല്ലേ? ഹി ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ബിസിനസ്, ഹി സിംപ്ലി ഇൻവെസ്റ്റ് ദ മണി, ഷെയർ ദ പ്രോഫിറ്റ്, കോൺട്രിബ്യൂട്ട് ലോസ് ഓഫ് ബിസിനസ്. എല്ലാ കാര്യത്തിലും മൂപ്പരുണ്ട്, പക്ഷെ മൂപ്പര് ആക്റ്റീവായിട്ടൊന്നും ചെയ്യില്ല. എന്താണ് ISO? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. എന്നാ ഉണ്ടായത്? 1946 അതിന് മുമ്പുണ്ടായിരുന്ന പേരെന്താണ്? BS 5750 ആണ്. BS 5750 ആണ്. അടുത്തത് കോൺട്രിബ്യൂഷൻ ബിറ്റ്വീൻ FM ടൈലർ ആൻഡ് ഹെൻറി ഫോയിലും ആണ്. അപ്പോൾ ഹെൻറി ഫോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെൻറി ഫോയിൽ മോഡേൺ ഓഫ് മാനേജ്മെൻ്റ് ആണ്. ടൈലർ എന്താണ്? ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. കൺസെപ്റ്റ് എന്താണ്? തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഹെൻറി ഫോയിലെങ്കിൽ, സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ് ടൈലറുടെ.
ഏത് ലെവലിലാണ്? ആ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുകളെയാണ് ആര് കൈകാര്യം ചെയ്തിട്ടുള്ളത്? ഹെൻറി ഫോയിൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിളിലും ബാക്കി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതേസമയം ലോ ലെവൽ വർക്കേഴ്സിൻ്റെ കാര്യമാണ് FM ടൈലർ നോക്കിയത്. പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണെങ്കിൽ FM ടൈലർ എന്തായിരുന്നു? അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്നതായതുകൊണ്ട് ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റിലൂടെയുമാണ് അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിച്ചത്. മാനേജീരിയൽ ഫംഗ്ഷനാണ് എങ്കിൽ ഇവിടെ പ്രൊഡക്ഷൻ ആൻഡ് എൻജിനീയറിംഗ് ആണ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിങ്ങും മാനുഫാക്ചറിങ്ങുമാണ് അയാൾ നോക്കിയിട്ടുള്ളത്. FM ടൈലർ ഓറിയൻറ്റേഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്രോഫിറ്റ് ഷെയറിംഗ് മെത്തേഡ് ആണെങ്കിൽ ഡിഫറൻഷ്യൽ പേയ്മെൻറ്റ് സിസ്റ്റമാണ് FM ടൈലർ കൊണ്ടുവന്നിട്ടുള്ളത്. മാനേജീരിയൽ അപ്രോച്ച് ആണെങ്കിൽ എൻജിനീയറിംഗ് അപ്രോച്ചാണ് FM ടൈലർ കൊണ്ടുവന്നുള്ളത്. ഇപ്പോൾ 6 മാർക്കിന് ലാവിഷായിട്ട് എല്ലാ കാര്യവും സിമ്പിളായിട്ട് ഈ റോയും കോളവും വരച്ച് സെല്ല് വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. Explain the functions of storekeeper. Storekeeping എന്ന് പറഞ്ഞാൽ എന്താ? ഐഡൻറ്റിഫൈ ഓൾ ഐറ്റംസ് ഓഫ് സ്റ്റോക്ക്, പ്ലാൻ ടു സ്റ്റോർ, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ക്യൂബിക് സ്പേസ്. എന്ത്? ബെർത്ത് വെയ്റ്റ്. ഒരു സാധനം വെക്കാനുള്ള സ്ഥലം എങ്ങനെയാണ് വെക്കേണ്ടത്? ഏറ്റവും കൂടുതൽ കൊള്ളുന്ന രീതിയിൽ സേഫ്റ്റിയിൽ വെക്കാൻ പറ്റല്ലേ? ടു റിസീവ് ഓൾ മെറ്റീരിയൽ, ഗുഡ് എക്യുപ്മെൻറ്റ് ഇൻക്ലൂഡിങ് മാനുഫാക്ചർ പ്രോഡക്റ്റ് ഇൻ ദ ഫാക്ടറി, റെക്കോർഡ് ദം വിത്ത് ദെയർ കോസ്റ്റ്. Correct position of all material and supplies in the store. Maintain the stock safely and in good condition. Issue an item to the user only on the receipt of authorized store requisition. Record and update and issue materials. അടുത്തത് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇപ്പം 3 ക്വസ്റ്റ്യൻ പേപ്പറിലും 3 തരം ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഫങ്ഷണൽ ഓർഗനൈസേഷനാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് കിടന്ന് കളിക്കുന്ന ഒരു പരിപാടിയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷനാണ് ഇവിടെ സ്പെഷ്യലൈസ്ഡ് ആണ് അല്ലേ? ഫങ്ഷൻ ഓർഗനൈസേഷൻ ഹാസ് ബീൻ ഡിവൈഡഡ് ടു പുട്ട് സ്പെഷ്യലിസ്റ്റ് ഇൻ ദ ടോപ്പ് പൊസിഷൻ ത്രൂ ഔട്ട് ദ എൻ്റർപ്രൈസസ്. ജനറൽ മാനേജറിന്, പ്രൊഡക്ഷൻ മാനേജർ, പേഴ്സണൽ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഇവർ ഓരോരുത്തരുടെയും ഉപദേശം കേൾക്കണം. ഫോർമാൻ ഇവരെ ഓരോരുത്തരെയും കാണാം, സൂപ്രണ്ടിന് ഇവരെ ഓരോരുത്തരെയും കാണാം, അക്കൗണ്ടൻറ്റിനും ഇവർക്ക് ഓരോരുത്തരെയും കാണാം. വർക്ക് ഫോർമാനെ മാത്രമല്ല സൂപ്രണ്ടിനെയും അക്കൗണ്ടൻറ്റിനെയും കാണാം. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എന്താണ്? എല്ലാവർക്കും പരസ്പരം പരാതി പറയാനും പരാതി സോൾവ് ചെയ്യാനൊക്കെ എളുപ്പവും ആയിരിക്കും. ചിത്രം വരയ്ക്കുക, ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ മോഡ്യൂൾ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏപ്രിൽ 2019 6 മാർക്കിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ബേസിക് സ്റ്റെപ്പ് ഓഫ് പർച്ചേസ് പ്രൊസീജിയർ ആണ്. 7 സ്റ്റെപ്സുകളാണുള്ളത്, കാണാതെ പഠിക്കുക. റെസിപ്റ്റ് ആൻഡ് അനാലിസിസ്, റിക്വയർമെൻറ്റ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് റിക്വസിഷൻ. റിക്വസ്റ്റ് ആണ് അത് ശരിക്കും അല്ലെ? റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. ചോയ്സ് ആൻഡ് ലൊക്കേഷൻ ഓഫ് potential suppliers, request, receive and analysis, quotation, placing of order, follow up and expenditure, expecting purchase order, verification of suppliers invoice for payment after processing, discrepancy and rejection, passing complete order and maintain of record. പർച്ചേസ് പ്രൊസീജിയറിൽ ഒരെണ്ണം മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതിൻ്റെ റെസിപ്റ്റ് ആൻഡ് അനാലിസിസ്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിക്വസ്റ്റ് തരും. ആ റിക്വസ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? വാട്ട് ഈസ് റിക്വയർഡ്, വാട്ട് ആർ ദ മെറ്റീരിയൽ, ക്വാണ്ടിറ്റി റിക്വയർഡ്, ഡേറ്റ് എന്നത്തേക്ക് വേണം, എപ്പോൾ ഡെലിവറി ചെയ്യും, ആരെയെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ, ചോയ്സ് ഓഫ് ലൊക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ സപ്ലയേഴ്സ്, ക്രൈറ്റീരിയ, റിലയബിലിറ്റി, എഷുറൻസ് ടൈം, അതർ കൺസിഡറേഷൻ ലൈക്ക് ആഫ്റ്റർ സെയിൽ സർവീസ്, ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ചോയ്സിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പറയുന്നത്. വെൽ കൺസിഡർ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. എന്താണ്? പർച്ചേസ്. ഇഫ് പർച്ചേസ് ഈസ് മെയ്ഡ് ഫ്രം ലോക്കൽ മാർക്കറ്റ്, if purchase is made from single vendor, അല്ലെ ഏത് കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുമുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് എന്തിന്? ആളുകളെ ആരൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം കൂട്ടിയാൽ മതി. പബ്ലിക് സ്റ്റോക്ക് കമ്പനി ആവുമ്പോൾ ഗവൺമെൻറ് എന്ന് വരുന്നതാണ്.
അപ്പോൾ അത് പ്രൈവറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാം ഓപ്പൺ ആയിട്ട് ചെയ്യണം. 2 പേര് മിനിമവും 60 പേര് മാക്സിമവുമാണ്. ഇൻവോൾവ് ദ പബ്ലിക്കിന് ഷെയർ കൊടുക്കാതിരിക്കാം. പ്രൈവറ്റ് കമ്പനി സെൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ആനുവൽ റിട്ടേൺ ടു രജിസ്ട്രാർ ഓഫ് സ്റ്റോക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അതേസമയം പബ്ലിക് ആകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു എന്ത് ചെയ്യണം, നോ റെസ്ട്രിക്ഷൻ റൈറ്റ് ദ മെമ്പർ ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻ വെക്കാൻ പറ്റില്ല. അപ്പർ ലിമിറ്റ് ഇല്ല, ലോവർ ലിമിറ്റ് 7 പേരാണ്. അതായത് 7 പേര് മിനിമം ഉണ്ടാവുക എന്നുള്ളതാണ്. ദേ ഹോൾഡ് ജനറൽ മീറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓരോ വർഷവും നടത്തണം. അത് പുറമെ അവരിൽ നിന്നായിരിക്കണം അതിൻ്റെ ബോർഡ് ഓഫ് എന്തുണ്ടാക്കേണ്ടതും കമ്പനി ഉണ്ടാക്കേണ്ടതും. Public limited company file with registered stock joint stock company documents such as a send director, list of directors of conduct along with memorandum of association, article of association കാര്യങ്ങളെല്ലാം ചേർത്ത് വേണം അവർ കൊടുക്കാനായിട്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, ഓൺ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ജോബ് ട്രെയിനിങ് ഉണ്ട്. ഓൺ ജോബ് ട്രെയിനിങ്ങിൽ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ കോച്ചിങ് രീതിയിൽ ചെയ്യാം, ജോബ് ഇൻസ്ട്രക്ഷൻ. ഓഫ് ജോബ് ട്രെയിനിങ് ആണെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും വിളിച്ച് ട്രെയിൻ ചെയ്യിക്കാം, റോൾ പ്ലേ ചെയ്യിക്കാം, ലെക്ചർ മെത്തേഡിൽ ചെയ്യിക്കാം. ഇങ്ങനെ ഓൺ ജോബിലും ഓഫ് ജോബിലും, ഓൺ ജോബ് എന്ന് പറഞ്ഞാൽ കോച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ കൊടുത്തിട്ട് പ്രോട്ടോടൈപ്പോ ഒറിജിനലായിട്ടോ ചെയ്യുക. ഇൻവോൾവ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ജോബ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, ചിലപ്പോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക, എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഹെൻറി ഫോയലിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 8 വീണ്ടും ചോദിച്ചിട്ടുണ്ട്. നേരത്തെ കമ്പാരിസൺ ചോദിച്ച പോലെ തന്നെ ഹെൻറി ഫോയലിനെ മാത്രമായിട്ടാണ്. ഹെൻറി ഫോയൽ ആരാണ്? ഞാൻ ആദ്യം പറഞ്ഞു, അയാൾ മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയുടെ ആളാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻ്റ് ആണ്. 6 ആക്ടിവിറ്റീസ് ഉണ്ട്. ടെക്നിക്കൽ ആക്ടിവിറ്റി, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി, ഫിനാൻഷ്യൽ ആക്ടിവിറ്റി, അക്കൗണ്ട് ആക്ടിവിറ്റി ഉണ്ട്. ഫോയിലിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ആണ്. ഡിസിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി, ഡിസിപ്ലിന്, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അടുത്ത ഒരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡ്യൂള് സാലറി കാൽക്കുലേഷൻ ആണ്. അതിനകത്ത് 50-50 പ്ലാനിലാവുമ്പോൾ ബൈ 2 ആവും. അതിൽ എന്ത് തന്നിട്ടുണ്ട്? ആവറേജ് ഹവർലി റേറ്റ് 6 എന്ന് പറയുന്നത് 10 അവറാണ്. ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് 8 അവറാണ്. 8 അവർ സ്റ്റാൻഡേർഡ് ടൈം 10 അവറാണ്. ടൈം ടേക്ക് ചെയ്യുന്നത് 8 അവറാണ്. സ്റ്റാൻഡേർഡ് ടൈം ഫോർ പാർട്ടിസിപ്പേഷൻ 10 അവറാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 × 10, 6 × 8, 10 - 8 × 6. 10 - 8 എന്ന് പറഞ്ഞാൽ 2 ക്യാൻസൽ ചെയ്താൽ ബാക്കി അവിടെ 6 ഉണ്ടാവുക. 6 × 8 48, 8 40, 6 8 48, 48ഉം 2ഉം 50 രൂപ. 50 രൂപ എത്ര മണിക്കൂർ കൊണ്ടാണ്? 8 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ ടോട്ടൽ വേജ് ഓഫ് വർക്കർ പെർ അവർ എന്ന് പറയുന്നത് 6.25 ആണ്. ഇതേ ഇക്വേഷൻ തന്നെ ഇതേ പ്രോബ്ലം തന്നെ റോവാൻ പ്രിൻസിപ്പിളിലേക്ക് മാറ്റുമ്പോൾ 6 × 8 പ്ലസ് 10 - 8 × 6 × 10 ഡിവൈഡ് ബൈ 10. 10ഉം 10ഉം ക്യാൻസലായി. 2 × 6 12. 2 × 6 12, 60 ആയിട്ട് മാറും. അപ്പം 60 8 മണിക്കൂർ കൊണ്ട് 7.25. 2 മെത്തേഡിലുള്ള വ്യത്യാസവും നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടോട്ടൽ ക്വാളിറ്റി സിസ്റ്റം ഡോക്യുമെൻറ്റേഷൻ ട്രയാങ്കിളാണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് അപ്രോച്ച് ഓഫ് ആൻ ഓർഗനൈസേഷൻ സെൻറ്റേർഡ് ഓൺ ക്വാളിറ്റിയാണ്. അപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുക. ടി എന്ന് എഴുതുക ഒരു സൈഡിന്. ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻ ഓൾ ഫങ്ഷൻ ഓഫ് ഏരിയാസ് അറ്റ് ഓൾ ലെവൽ അറ്റ് ഓൾ പീപ്പിൾ ഹൂ ഹാവ് സ്റ്റേക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. എം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എഫക്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ടു മെയിൻറ്റെയിൻ എക്സിസ്റ്റിംഗ് ലെവൽ. ക്യൂ ക്വാളിറ്റി ടു മീറ്റ് കസ്റ്റമർ റിക്വയർമെൻറ്റ്. TQM involve considering all major area production quantities such as engineering, design, development, sale, marketing, formation, information system, purchasing, service and distribution. TQM involve considering of the following: the internal environment, conceive to quality improvement at all level, to commit the management of optimum system and method of training of workers.
ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെൻഡറും കൊട്ടേഷനുമാണ്. ടെൻഡർ 3 രീതിയിലുണ്ട്. സിംഗിൾ ടെൻഡർ ഉണ്ട്, ചിലപ്പോൾ ഒരു കമ്പനി മാത്രമേ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ, അപ്പോഴാണ്. പിന്നെ അർജൻസി, എക്സ്ട്രീം ഇമ്പോർട്ടൻസ് ഉണ്ടാവുമ്പോൾ റിലയബിളായിട്ട് ഒരു കമ്പനിയിൽ നിന്ന് മാത്രം വാങ്ങുന്നതിന് സിംഗിൾ ടെൻഡർ എന്ന് പറയും. ക്ലോസ് ടെൻഡർ എന്ന് പറഞ്ഞാൽ വെൻ മെറ്റീരിയൽ ഈസ് റിക്വയർഡ്, ഫേം വിച്ച് ആർ റിക്വയർഡ് വിൽ ഇൻവൈറ്റഡ് ടു ടെൻഡർ ദെയർ റേറ്റ് ആൻഡ് ദ മോസ്റ്റ് എക്കണോമിക് ഓഫർ വിൽ ബി കൺസിഡർ ഫോർ പ്ലേസിംഗ് ഓർഡർ. അതായത് ക്ലോസ്ഡ് ടെൻഡർ എന്ന് പറഞ്ഞാൽ കുറേ കമ്പനികൾ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, പല പ്രൈസിൽ പല സ്പെസിഫിക്കേഷനിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ജനറൽ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ട് ടെൻഡർ ക്ഷണിക്കും. അതിൽ മിനിമം സാറ്റിസ്ഫൈ ആയിട്ടുള്ള എമൗണ്ടിൽ സപ്ലൈ ചെയ്യാൻ കഴിയുന്നവർക്ക് കൊടുക്കുന്നതാണ് ക്ലോസ്ഡ് ടെൻഡർ എന്ന് പറയുന്നത്. സിംഗിൾ ടെൻഡർ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അയാളുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങുന്നതാണ്. പലപ്പോഴും അത് കൺഫ്യൂഷനും മറ്റു ആരോപണങ്ങൾക്കും കാരണമാവാറുണ്ട്. ക്ലോസ്ഡ് ടെൻഡർ എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ടാണ്, ലിമിറ്റഡ് ആയിട്ടുള്ള ടെൻഡർ സിസ്റ്റമാണ്. ഓപ്പൺ ടെൻഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. അതിൽ നിന്ന് എന്താണ് അൺലിമിറ്റഡ് ടെൻഡർ സിസ്റ്റമാണ്, ന്യൂസ് പേപ്പറിൽ ഔട്ട് ചെയ്യും. എന്നാൽ ഈ ടെൻഡറും കൊട്ടേഷനും തമ്മിൽ എന്താണ് വ്യത്യാസം? കൊട്ടേഷൻ എന്ന് പറയുന്നത്, കൊട്ടേഷൻ ഈസ് എ ഡോക്യുമെൻറ്റ് സെറ്റിംഗ് ഔട്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസ് ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് സംതിങ്. പ്രൊക്യൂർമെൻറ്റ് ഓഫ് സംതിങ് ആവാം, സർവീസിനും ആവാം. ടെൻഡറിൽ അങ്ങനെയൊന്നുമില്ല. പ്രോസസ് ഓഫ് സോളിഡിങ് സപ്ലൈസ് ബിഡ് ഓഫ് എ ഗുഡ്സ് ഓർ സർവീസ് നീഡ് ബൈ ദി ബയറാണ്. റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ ഉണ്ട്, റിക്വസ്റ്റ് ഫോർ ടെൻഡർ ഉണ്ട്. പ്രൈസ് ഉണ്ട്, പ്രൈസും ക്വാണ്ടിറ്റിയും നിർബന്ധമാണ് ടെൻഡറിൽ. നാരോ ആയിരിക്കും, ലാർജ് ആണ് ടെൻഡർ. ടെൻഡർ മിക്കവാറും ലക്ഷങ്ങൾ അതിൻ്റെ മീതെ വരുന്ന വലിയ എമൗണ്ടിനാണ് സാധാരണഗതിയിൽ നമ്മൾ ടെൻഡർ ചെയ്യുക എന്ന് പറയുന്നത്. കോടികൾ കണക്കിനായിരിക്കും. കൊട്ടേഷൻ എന്ന് പറയുന്നത് അത്രയും ഉണ്ടാവില്ല. ചെറിയ ചെറിയ എമൗണ്ടിന് വരെ, ഏറ്റവും ചെറിയ എമൗണ്ടിന് വരെ വരുന്ന സാധനങ്ങൾ വാങ്ങുമ്പോൾ പരസ്പരം നമുക്ക് നല്ല സാധനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പനിയിൽ നിന്ന് ഏതാണോ നല്ലത് അത് നോക്കി ചെയ്യുന്നതാണ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. സ്റ്റോറിൻ്റെ ലേഔട്ടാണ്. ലേഔട്ട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ലേഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ സ്പേസ്, എ ഗ്രേറ്റർ എഫിഷ്യൻസി ഓഫ് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്, ഈസിയർ ആക്സസിബിലിറ്റി ഓഫ് ഓൾ മെറ്റീരിയൽസ്, മാക്സിമം സെക്യൂരിറ്റി ഓഫ് ഓൾ മെറ്റീരിയൽസ് ക്യാരിഡ് ഔട്ട് ആൻഡ് റെക്കോർഡ് മെയിൻറ്റെയിൻ, greater economy and use of lesser time of receipt, movement, placement, issue of material, minimize of spoil and damage of other kind of losses. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഗുഡ് ലേഔട്ട് തീരുമാനിക്കാനായിട്ട്. ഇനി അതുപോലെ തന്നെ ലേഔട്ട് എന്തെല്ലാം ഫുൾഫിൽ ചെയ്യണം? എ സെക്ഷൻ അഡ്ജസ്റ്റ് ഓഫ് ദ സ്റ്റോർ ഷുഡ് ക്യാപ്റ്റ് റിസർവ് ഫോർ റെസിപ്റ്റ് മെറ്റീരിയൽ ഫോർ ഇൻസ്പെക്ഷൻ ബിഫോർ സ്റ്റോറേജ്. അല്ലേ, അറിയാം. സച്ച് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ് എൻ ഈസി റെസിപ്റ്റ്, സ്റ്റോറേജ്, ഡിസ്പേഴ്സ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ, പ്രിഫറബിൾ നിയറസ്റ്റ് ടു ദ പോയിന്റ് ഓഫ് യൂസ്, അവൈലബിൾ ഫ്ലവർ ഏരിയ, സ്പ്ലിറ്റ് റിസീവിംഗ് സെക്ഷൻ, ഇൻസ്ട്രക്ഷൻ സെക്ഷൻ, ബൾക്ക് സ്റ്റോറേജ് സ്പേസ്, ഇഷ്യൂ ഏരിയ, സ്ക്രാപ്പ് യാർഡ്. ഇതെല്ലാം വേറെ വേറെ ശ്രദ്ധിക്കുകയും പേര് നെയിം എഴുതി വയ്ക്കുകയൊക്കെ ചെയ്താൽ ആർക്കും എപ്പോഴും മനസ്സിലാവും, എളുപ്പത്തിൽ എടുത്തു കൊടുക്കാം, എളുപ്പത്തിൽ സാധനങ്ങൾ റിസീവ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെയാണ് ലേഔട്ട് ഷുഡ് ബി എൻഷുവർ ഈസി മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ എറൗണ്ട് ദ സ്റ്റോറേജ് ബിൽഡിംഗ് ത്രൂ പാസേജ്, ട്രാൻസ്പോർട്ടേഷൻ. കാരണം വലിയ സാധനങ്ങൾ കൊണ്ട് ഇറക്കാനാകുമ്പോൾ വാഹനം ഉള്ളിലോട്ട് കയറി വന്ന് ഇറക്കാനും ഒക്കെയുള്ള ക്രെയിനും മറ്റു സൗകര്യങ്ങളൊക്കെ വേണം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽ സ്റ്റോർ നിയർ ദ ഫസ്റ്റ് ഓപ്പറേഷൻ, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നല്ല രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കുക, അല്ലേ, അത് തിരിച്ച് വിൽക്കാനുള്ള സാധനമാണ്. കത്തുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ പ്രത്യേക കെയർ കൊടുക്കുക. സിമൻ്റ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം തട്ടാത്ത സ്ഥലത്ത് സൂക്ഷിക്കുക. അയൺ ആണെന്നുണ്ടെങ്കിൽ ഹെവി സെക്ഷൻ ആയിരിക്കും, അതിനെ ഓപ്പൺ യാർഡ് ഉപയോഗിക്കുക. ബോൾട്ട്, നട്ട്, വാഷർ ഇതെല്ലാം പ്രത്യേകം പിന്നെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് ബോക്സുകളിൽ സൂക്ഷിക്കുക. Describe the different audit of ISO 9000 implementation. 9000 implementation 3 സ്റ്റെപ്പാണ്. ഒന്ന് പ്രിപ്പയർനെസ്, മറ്റൊന്ന് ഇംപ്ലിമെൻറ്റേഷൻ, 3 രജിസ്ട്രേഷനാണ്. ഈ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? അബ്ഡിക്വസി ഓഡിറ്റ് വരുന്നത്. അബ്ഡിക്വൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ റിവ്യൂ ആണ്. പേപ്പറാണ് മറിച്ച് വെക്കുന്നത്, സാധനം കൗണ്ട് ചെയ്യല്ല ചെയ്യുക എന്നർത്ഥം. അതായത് ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ എണ്ണം ഉണ്ടോ, രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളാണ്. ഡോക്യുമെൻറ്റേഷൻ ഷുഡ് ബി അബ്ഡിക്വേറ്റ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്
ഓഫ് ദി ആപ്ലിക്കേഷൻ സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് പാർട്ടി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. അപ്പം നമ്മൾ തന്നെ പരസ്പരം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവിടെ എണ്ണങ്ങളും സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഓഡിറ്റ് ചെയ്യുന്നതാണ്. ദ ഓഡിറ്റ് ക്യാരിഡ് ഔട്ട് വിത്തിൻ ദ ഓർഗനൈസേഷൻ by its own personnel to access the compliance of the quantity management system to audit criteria known as first audit എന്ന് പറയുന്നത്. Organization shall conduct periodically internal audit to determine whether the quantity management system is conform the requirement of ISO 9000 അതിന് വേണ്ട റെഡിയാണോ, have been effective implement and maintenance. The organization plan to audit program take consider the status and importance of activity, the area to be audited as well as the previous audit. മിക്കവാറും അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, പുറത്ത് നിന്ന് ആൾ വന്ന് ഓഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒന്ന് ഉറപ്പിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. A document procedure shall be include the responsibility and requirement for conducting audit, ensure their independence and record the result and reporting the management. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊന്ന് ഒരുക്കി വെക്കുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. സെക്കൻഡറി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അതുപോലെയല്ല, പുറത്തുനിന്ന് വരുന്ന പാർട്ടിയാണ്. ചിലപ്പോൾ അത് കൺസ്യൂമർ ആവാം, അല്ലെങ്കിൽ മറ്റ് പേഴ്സൺസ് ആവാം, ബാങ്കിൽ നിന്നാവാം. തേർഡ് പാർട്ടി ഓഡിറ്റ് ആണ് ആർക്കുള്ളത്, ഇവർക്കുള്ളത്. തേർഡ് പാർട്ടി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ISO 9001 തന്നെ ചില കമ്പനികളെ ഓതറൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യാനായിട്ട്, ഏജൻസികളെ ഓതറൈസ് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യാനായിട്ട്, ഓഡിറ്റ് ചെയ്യാനും ആ ഓഡിറ്റ് ചെയ്ത ശേഷം ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനും. ഫോർ വാട്ട് പർപ്പസ്, ISO സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പാർട്ടികളെയാണ് തേർഡ് പാർട്ടി ഓഡിറ്റിനായിട്ട് നമ്മൾ ക്ഷണിക്കുന്നത്. അതിൻ്റെ ഫലമാണ് തേർഡ് പാർട്ടി ഓഡിറ്റിംഗ്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ഈ സെക്ഷൻ അവസാനിക്കുകയാണ്. പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്യപ്പെട്ടതായി നിങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 തരം ഓർഗനൈസേഷനിൽ എല്ലാറ്റിലും വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറും കൃത്യമായിട്ട് പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുക. താങ്ക് യു.